ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 5:45. കോഴിക്കോട് പാളയത്താണ് ഞാനുള്ളത്. ഞാൻ നല്ലൊരു ചായ നോക്കുകയായിരുന്നു. ചായ കോഴിക്കോട് എവിടെ നമുക്ക് കിട്ടും? അടിപൊളി ചായയും നല്ല കടികളും. അത് ഈ സമയത്ത് രാവിലെ 5:45 നല്ല ചായയും കടിയും കിട്ടുന്ന സ്ഥലം എവിടെയാണ്? അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് കോഴിക്കോട് ബോംബെ ഹോട്ടൽ. ബോംബെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് കടിയും ചായ എന്ന് പറഞ്ഞാൽ സൂപ്പർ ചായയും ഏത് സമയത്തും കിട്ടും. പിന്നെ ഈ സമയത്ത് പ്രത്യേകിച്ച് വേറെ എവിടെയും കോഴിക്കോട് ചിലപ്പോൾ ഇത്രയും വെറൈറ്റി ഓഫ് കടികളും ചായയും ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പോകാൻ പോകുന്നത് കോഴിക്കോട് ബോംബെ ഹോട്ടലിലേക്കാണ്. അവിടെ പോയിട്ട് നമുക്ക് എന്തെല്ലാം കടികളുണ്ട്, ചായ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബോംബെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോംബെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു പരിസരത്തായിട്ട് വരും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ ഒരു 1.5 കിലോമീറ്റർ അത്രയും ഉണ്ടാവുമെന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പുതിയ സ്റ്റാൻഡിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടാവും, ഒരു 2.5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. പാളയം സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഒരു 1.5-2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. വളരെ അടുത്താണ്. എല്ലാവർക്കും ഇപ്പോൾ രാവിലെയൊക്കെ കോഴിക്കോടൊക്കെ എത്തുന്നവർക്കൊക്കെ ഒരു ചെറിയ ഓട്ടം പിടിച്ചിട്ട് എത്താവുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ബോംബെ ഹോട്ടലിലേക്ക് ഇതൊക്കെ നമുക്ക് പോകാനാണ് കേട്ടോ. എല്ലായിടത്തും നല്ല മഴയാണ്. ഇപ്പം ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ബോംബെ ഹോട്ടലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. സിൽക്ക് സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു ഏരിയൻ്റെ പേര്. ഇതാണ് നമ്മുടെ ബോംബെ ഹോട്ടൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കടികൾ എന്തെല്ലാം ഉണ്ട്, ചായ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാം. ഇപ്പോൾ തന്നെ ഒരു നല്ല ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത് ഉള്ളിൽ. ഒന്ന് കയറി നോക്കിയാൽ ഐഡിയ ആവും. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം കടികൾ ഒക്കെ ഉണ്ട്. ഞാനൊരു ചായയും പുട്ടും മാത്രമാണ് കഴിച്ചത്. ഏതായാലും അത്യാവശ്യം നല്ല കടികളൊക്കെ ഉണ്ട്. ഒരു 5-8 വെറൈറ്റി കടികൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ. അപ്പോൾ വൈകുന്നേരം വന്നാൽ എത്ര കടി ഉണ്ടാവും? ഇഷ്ടം പോലെ കടികളാണ്. ഞാൻ അപ്പോൾ ഏതായാലും എൻ്റെ പുറത്തിറങ്ങി ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ വയ്യ, ഫുള്ള് റഷാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.